അസ്സലാമു അലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും കഥ ഇഷ്ടമാണോ? എന്നാൽ ഞാനൊരു കൊച്ചു കഥ പറയാം. എൻ്റെ കഥയുടെ പേര് വിസ്മയം തീർത്ത കാരുണ്യം. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. മക്കനഗരം വിശദമാണ്. മനസ്സിലെ കുളിരണിക്കുന്ന കാലച്ച ഓരോ മണിത്തട്ടിലും കൊതിച്ചു പോകുന്നു. ആ ഒരു പാദസസ്യം എന്നിലായിരുന്നു. ആ ഒരു കാലച്ച മറ്റാരുടേതുമല്ല, ലോകാനുഗ്രഹ തിരുമേനിയുടെയായിരുന്നു. മരുഭൂമിയിലൂടെ നടന്നു പോകുകയായിരുന്നു തിരുമേനി. അല്പം കാടുകൾ നിറഞ്ഞ സ്ഥലത്തൊക്കെ എത്തിയപ്പോൾ ഒരു ഏങ്ങിക്കരച്ചുള്ള ശബ്ദം. ചുറ്റും നോക്കി. അപ്പോൾ ഒരു മലമേടൻ കിടന്നുറങ്ങുന്നു. തൊട്ടപ്പുറം വലയിൽ കുടുങ്ങിയൊരു മാൻപേട. ആ മാൻപേട തങ്ങളെ കണ്ടതോടെ കരിച്ചന്റെ ശബ്ദം കൂട്ടാൻ തുടങ്ങി. മാൻപേട കരഞ്ഞുകൊണ്ട് നബിയോട് പറഞ്ഞു, നബിയെ, ഞാൻ പ്രസവിച്ച് 3 ദിവസമേ ആയിട്ടുള്ളൂ. മക്കൾക്ക് ഭക്ഷണം തേടി വന്നതാണ്. തങ്ങൾ സഹായിച്ചാലും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു, മലമേടനോട് പറഞ്ഞു, ആ മാനെ അയച്ചു. അത് അതിന്റെ കുട്ടികൾക്ക് പാൽ കൊടുത്ത് തിരിച്ചു വരും. മലമേടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ മാൻ തിരിച്ചു വരുമെന്നോ? എന്ത് വിഡ്ഢിത്തരമാണ് നീ പറയുന്നത്? മലമേടൻ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു, അതിന് നീ ജാമ്യം നിൽക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ ജാമ്യം നിൽക്കാം. അപ്പോൾ മലമേടൻ പറഞ്ഞു, ഈ മാൻ തിരിച്ചു വന്നില്ലെങ്കിൽ നിന്നെ ഞാൻ അറുത്ത് കളയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ എന്നെ എന്ത് വേണമെങ്കിൽ ചെയ്തോ. അപ്പോൾ മലമേടൻ ആ മാനെ അയച്ചു. അത് ഓടുമറിഞ്ഞ് പറഞ്ഞ സമയം കഴിയാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി. മലമേടന്റെ കൊട്ടാര പുനാര നബിയുടെ കൈയിലേക്ക് ഉയർത്തി. അപ്പോൾ പൊടിപ്പറത്തി ആ മാൻ തിരിച്ചു വന്നു. മലമേടൻ അമ്പരന്ന് പോയി. മലമേടൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മലമേടൻ ഇസ്ലാം സ്വീകരിക്കുകയും അവനെ അയച്ചുവിടുകയും ചെയ്തു. എൻ്റെ ഈ കൊച്ചു കഥ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും. മുഹമ്മദ് മുനസ്സിർ 106. അസ്സലാമു അലൈക്കും. ആദരേ ഉസ്താദുമാരെ,